ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടറിനെ പറ്റിയാണ് പറയുന്നത്. സിലിണ്ടറിൻ്റെ കേസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പോൾ സിലിണ്ടറിൽ നമുക്ക് കണ്ടെത്താനുള്ളത് മറ്റേതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട്. മറ്റേതിൽ ലാറ്ററൽ സർഫേസ് ഏരിയ എന്നുള്ളതിന് പകരം ഇവിടെ ക്ലോസ്ഡ് സർഫേസ് ഏരിയ ആണ്. അപ്പോൾ ക്ലോസ്ഡ് സർഫേസ് ഏരിയ, ദെൻ ടോട്ടൽ സർഫേസ് ഏരിയ, വോളിയം, ഈ മൂന്ന് സംഭവങ്ങളുമാണ് സിലിണ്ടറിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? ക്ലോസ്ഡ് സർഫേസ് ഏരിയ, ടോട്ടൽ സർഫേസ് ഏരിയ, ദെൻ വോളിയം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരിക? നമുക്ക് സിലിണ്ടറിൻ്റെ ഫിഗർ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അതായത് മുകളിലും താഴെയും എന്താണ്, ഒരു സർക്കിളായിട്ട് വരും. ദെൻ സൈഡിങ്ങനെ നേരെ അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണെങ്കിൽ സിലിണ്ടറിന് റേഡിയസും ഹൈറ്റും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കണ്ടെത്താന്ന്. ഫസ്റ്റ് നമ്മൾ ക്ലോസ്ഡ് സർഫേസ് ഏരിയ, സിലിണ്ടറിൻ്റെ ഷേപ്പ് കരുതി നോക്കൂ. സിലിണ്ടർ ഇങ്ങനെ മുകളിലും താഴെയും ഒരു സർക്കിളാണ്. ഈ സർക്കിളിനെ നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ എന്താ ചെയ്തത്? ലാറ്ററൽ സർഫേസ് ഏരിയ, സിലിണ്ടറിൻ്റെ കേസിൽ വരുന്ന ലാറ്ററൽ സർഫേസ് ഏരിയ തന്നെയാണ് അതിൻ്റെ ക്ലോസ്ഡ് സർഫേസ് ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മുകളിലും താഴെയും വരുന്ന ഈ സർക്കിളിൻ്റെ ഏരിയ നമ്മൾ കളയാണ്. ദെൻ ബാക്കിയുള്ള പോർഷൻ്റെ ഏരിയ മാത്രം നമുക്ക് കണ്ടെത്താൻ മതി. അപ്പോൾ ഒരു സിലിണ്ടർ എങ്ങനെയാണ് ഷേപ്പ് വരുന്നത്? കുറേ സർക്കിൾസ് എടുത്തിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചത്. അതായത് ഒരു എച്ച് എന്നുള്ള ആ ഒരു ഉയരത്തിൽ കുറേ സർക്കിൾസ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചതാണ് ഒരു സിലിണ്ടർ. ക്ലോസ്ഡ് സർഫേസ് ഏരിയ എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് നമ്മൾ സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെ കേസിൽ പെരിമീറ്റർ പറഞ്ഞു, ചുറ്റുമുള്ളത്. അങ്ങനെ ചുറ്റുമുള്ളതിനെ സർക്കിളിൻ്റെ കേസിൽ എന്താ പറയുക? സർക്കംഫറൻസ്. അതേപോലെ ബാക്കിയുള്ളതിനൊക്കെ പറഞ്ഞത് ലാറ്ററൽ സർഫേസ് ഏരിയ എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ സിലിണ്ടറിൻ്റെ കേസിൽ ചുറ്റുമുള്ളത് വരുന്നതാണ് ക്ലോസ്ഡ് സർഫേസ് ഏരിയ. അപ്പോൾ ഇങ്ങനെ ഈ സർക്കിൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചൊരു ഹൈറ്റ് ഉയരത്തിൽ വരികയാണ്. അതാണ് ഒരു സിലിണ്ടർ. ദെൻ അതിൻ്റെ ഈ CS നമ്മളെങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്താണ്? 2πr ആണ്. ഈ 2πr h ഉയരത്തിൽ വരികയാണ്. സോ 2πrh ആണ് സിലിണ്ടറിൻ്റെ ക്ലോസ്ഡ് സർഫേസ് ഏരിയ. ഇനി ടോട്ടൽ സർഫേസ് ഏരിയ. ടോട്ടൽ സർഫേസ് ഏരിയ എന്താണ്? നമ്മൾ ലാറ്ററൽ സർഫേസ് ഏരിയ അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫേസ് ഏരിയ കണ്ടതിൻ്റെ കൂടെ മുകളിലും താഴെയും കൂടെ ഉള്ളതിൻ്റെ ആ ഒരു ഏരിയയും കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും സർക്കിളാണ്. നമുക്ക് കിട്ടിയ ക്ലോസ്ഡ് സർഫേസ് ഏരിയ എന്താണ്? നമുക്ക് കിട്ടിയ ക്ലോസ്ഡ് സർഫേസ് ഏരിയ 2πrh ആണ്. അതിൻ്റെ കൂടെ സർക്കിളിൻ്റെ ഏരിയ വരുന്നത് എന്താണ്? πr² ആണ്. രണ്ട് സർക്കിളിൻ്റെ ഏരിയ ഉണ്ട്, πr² + πr². അപ്പോൾ 2πrh + 2πr² വരും. 2πr²നെയും 2πrhലും കോമൺ ആയിട്ട് നമുക്ക് 2πയും ഒരു ആറും ഉണ്ട്. സോ 2πr × hഉം ആറും ഇല്ലാത്തതാണ്. സോ h + r, 2πr × h + r ആണ് ഒരു സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ വരുന്നത്. അപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ ക്ലോസ്ഡ് സർഫേസ് ഏരിയ പറഞ്ഞു, ടോട്ടൽ സർഫേസ് ഏരിയ പറഞ്ഞു. എന്താണ് ക്ലോസ്ഡ് സർഫേസ് ഏരിയ കിട്ടിയത്? ഒന്നുകൂടി നോക്കാം. 2πrh ആണ് ക്ലോസ്ഡ് സർഫേസ് ഏരിയ. ദെൻ അതിൻ്റെ ടോട്ടൽ സർഫേസ് ഏരിയ 2πr × h + r. ഇനി നമുക്ക് കാണാനുള്ളത് വോളിയം ആണ്. വോളിയം എന്നാൽ എന്താണ്? ഏരിയ × ഹൈറ്റ് ആണ്. ഇവിടെ നമ്മൾ എന്തിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുക? ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സിലിണ്ടർ എന്നാൽ അത് കുറേ സർക്കിൾസ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് ഒരു ഹൈറ്റ് h ഉയരത്തിൽ കുറേ സർക്കിൾസ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചതാണ്. അതാണ് ഒരു സിലിണ്ടർ. അപ്പോൾ നമ്മളിവിടെ സർക്കിളിൻ്റെ ഏരിയ എന്താണെന്ന് നോക്കണം. സർക്കിളിൻ്റെ ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. ഈ πr² ഏരിയനെ നമ്മൾ h ഉയരത്തിൽ വെക്കുകയാണ്. അപ്പോൾ ഏരിയ × ഹൈറ്റ് πr² × h. πr² h ആണ് സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ.
അപ്പോൾ ഇനി നമുക്ക് ഈ കിട്ടിയ എല്ലതും നമുക്കൊരു പേജിലൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് സിലിണ്ടറിൽ പഠിക്കാൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 എണ്ണമാണ് സിലിണ്ടറിൽ പഠിക്കാനുള്ളത്. ക്ലോസ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ദെൻ വോളിയം. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ഏരിയ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഫസ്റ്റ് ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ നോക്കി, ദെൻ ആ സർക്കിൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചതാണ് സിലിണ്ടർ. സോ സർക്കിളിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്തതാണ് ക്ലോസ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ 2πr ഇൻറ്റു h, അതാണ് ക്ലോസ്ഡ് സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ഇങ്ങനെ ക്ലോസ്ഡ് സർഫസ് ഏരിയൻ്റെ കൂടെ 2 സർക്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്തതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ 2πr ഇൻറ്റു 2πr², അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2πr ഇൻറ്റു h + r, ദെൻ വോളിയം πr².